അനന്തകൃഷ്ണനിൽ നിന്നും പണം കൈപ്പറ്റിയവർക്ക് പിന്നാലെ ഇഡി ആരോപണ വിധേയരായ രാഷ്ട്രീയ നേതാക്കൾക്കും നോട്ടീസ് നൽകും. കുറ്റകൃത്യത്തിലൂടെ ലഭിച്ച പണം വിനിയോഗിച്ചത് എങ്ങനെയാണെന്ന് കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഇന്നലെ നടത്തിയ റെയ്ഡിൽ KN ആനന്ദകുമാറിന്റെ വീട്, ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്നും നിരവധി രേഖകൾ പിടിച്ചെടുത്തു. രേഖകൾ പരിശോധിച്ചതിനു ശേഷം ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടികയും തയ്യാറാക്കും. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയുടെ സഹിൻ, ഇന്നലെ 12 ഇടങ്ങളിലായിരുന്നു ED റെയ്ഡ്. അത് രാവിലെ ആരംഭിച്ച് രാത്രി വൈകിയും നീളുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇതിന് പിന്നിൽ, ഈ ഒരു സംഭവത്തിന് പിന്നിൽ ഇനിയും ഒരുപാട് സ്രാവുകൾ കുടുങ്ങാനുണ്ട്. ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല. എല്ലാവരെയും വല വീശി പിടിക്കാൻ തന്നെയാണ് ED നീക്കം, അല്ലെ? സേതു, അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ കാര്യമായി തന്നെ മുന്നോട്ട് പോകുകയാണ്. പ്രത്യേകിച്ചും അനന്തകൃഷ്ണനിൽ നിന്നും പണം വാങ്ങിയിട്ടുള്ള ആളുകളുടെ വിവരങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. പണം വാങ്ങിയെന്ന ആരോപണ വിധേയരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾക്കടക്കം നോട്ടീസ് നൽകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ തട്ടിപ്പിലൂടെ ലഭിച്ച പണം എങ്ങനെ വിനിയോഗിച്ചു എന്ന് കണ്ടെത്താനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും അത് വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടോ, കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആനന്ദ് കുമാറുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടത്തിയ പരിശോധനയിൽ നിരവധി രേഖകൾ അദ്ദേഹത്തിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ആനന്ദ് കുമാറിന്റെ ഓഫീസിലും ഒപ്പം തന്നെ അയാളുടെ വീട്ടിലും നടത്തിയ പരിശോധനകളിൽ കൃത്യമായ രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കണ്ടെത്താൻ കഴിഞ്ഞു. മാത്രമല്ല, ഈ രേഖകളെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും ആരെയെല്ലാം ചോദ്യം ചെയ്യണമെന്നത് സംബന്ധിച്ചുള്ള ഒരു പട്ടിക തയ്യാറാക്കുക. കൂടാതെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള ഓഫീസുകളും രേഖകളും എല്ലാം പരിശോധിക്കുന്നതിനും വിട്ടുകിട്ടുന്നതിനും വേണ്ട നടപടികളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെടും. അങ്ങനെ നൽകാൻ തയ്യാറല്ലെങ്കിൽ അതിനുവേണ്ടി കോടതിയെ സമീപിക്കാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നും നാളെയുമായി കൂടുതൽ ഇടങ്ങളിൽ പരിശോധന നടത്തുകയും ചെയ്യും. അതേസമയം ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള അനന്തകൃഷ്ണന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. അനന്തകൃഷ്ണനെ തിരികെ കോടതിക്ക് കൈമാറുകയും ചെയ്യും. അനന്തകൃഷ്ണനെ കാര്യമായി തന്നെ ചോദ്യം ചെയ്തപ്പോൾ നിരവധി വിവരങ്ങളാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്നത്. അനന്തകൃഷ്ണൻ ഈ പണം കൈകാര്യം ചെയ്തത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിന് വ്യക്തമായ ഒരു രൂപരേഖ ഇപ്പോൾ തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നും പണം കൈപ്പറ്റിയവരെ കുറിച്ചുള്ള വിവരങ്ങളും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചും എൻഫോഴ്സ്മെന്റും രണ്ടുപേരും ശക്തമായി തന്നെ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. എന്നാൽ രാഷ്ട്രീയ നേതാക്കൾ കൈപ്പറ്റിയ പണത്തെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷിക്കുന്നില്ല. പകരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയിരിക്കും അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുക. സേതു, ശരി സഹിൻ, വ്യക്തമാണ്.